പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ആപ്ലിക്കേഷൻ ഏവർക്കും സ്വന്തമായി ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. ലളിതമായിട്ടാണ് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുള്ളത്. വീഡിയോ പൂർണ്ണമായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പു തരുന്നു. ഈ കാണിച്ചിരിക്കുന്ന ഡീറ്റെയിൽസുകൾ മാത്രമാണ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത്. ബാക്കിയുള്ളവ നിങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി അഡ്മിഷൻ സമയത്ത് നൽകിയാൽ മാത്രം മതി. ഇതിൽ മൊബൈൽ നമ്പർ മാത്രം 2 എണ്ണം ആവശ്യമാണ്. കൂടാതെ ഇമെയിൽ ID വേണം, ആധാർ നമ്പർ വേണം, ഫോട്ടോ വേണം. വിദ്യാർത്ഥിയുടെ ഫോട്ടോയാണ്. ഫോട്ടോയുടെ കാര്യത്തിൽ അത് 60 KB താഴെയായിരിക്കണം എന്നത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. അതെങ്ങനെ ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന രേഖകൾ ചില വിദ്യാർത്ഥികൾക്ക് സീറ്റ് റിസർവേഷനും അതേപോലെ ബോണസ് പോയിന്റിനും മറ്റുമായിട്ടുള്ളതാണ്. SC/ST വിഭാഗത്തിനും അതേപോലെ ചില OEC വിഭാഗങ്ങൾക്കും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകുന്നതാണ്. അടുത്തതായി നൽകിയിട്ടുള്ള SC/BC സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്. ഇതിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഈഴവ, തീയ, ബില്ലവ, മുസ്ലിം, ലാത്തിൻ കത്തോലിക്, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ്, അതർ ബാക്ക്വേർഡ് ഹിന്ദുസ്. ഇവരെല്ലാം NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും അതേപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും നൽകേണ്ടി വരും. അടുത്തതായി നൽകിയിട്ടുള്ള ജനറൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ EWS വിഭാഗം എന്നാണ് പറയാറുള്ളത്. ഇവർ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ പ്രത്യേക ഫോർമാറ്റ് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുമാണ് അഡ്മിഷൻ സമയത്ത് നൽകേണ്ടത്. ഇനി ബോണസ് പോയിന്റിന് അർഹരായ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൈവശം കരുതുക. അതുപോലെ SSLC +2 മാർക്ക് ലിസ്റ്റ് കൈവശം ഉണ്ടാവുന്നത് നല്ലതാണ്. ഇനിയൊന്ന് വേണ്ടത് പേയ്മെൻറ്റ് നടത്താനുള്ളൊരു സൗകര്യമാണ്. ATM കാർഡ് കൈവശം ഉണ്ടായാൽ മതി. SC/ST വിഭാഗങ്ങൾക്ക് 115 രൂപയും മറ്റുള്ളവർക്കെല്ലാം 280 രൂപയുമാണ് വരിക. ATM കാർഡ് ഉപയോഗിച്ച് എങ്ങനെ പേയ്മെൻറ്റ് നടത്തുമെന്ന് ഈ വീഡിയോയിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് വേണ്ടത് ഓപ്ഷൻ ലിസ്റ്റാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 20 ഓപ്ഷനുകൾ വരെ ഒരു വിദ്യാർത്ഥിക്ക് നൽകാവുന്നതാണ്. ഇനി നമുക്ക് അപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് നീങ്ങാം. കൃത്യമായ വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന UG അപ്ലൈ നൗ എന്ന ലിങ്ക് വഴി മുന്നോട്ട് പോകണം. പിന്നീട് നമ്മൾ എത്തുന്നത് ഈ ഒരു രജിസ്ട്രേഷൻ പേജിലാണ്. ആദ്യം നൽകിയിട്ടുള്ള രജിസ്ട്രേഷൻ ടൈപ്പ് എന്നതിൽ UG CAP 2021 എന്ന് നൽകാം. അതേപോലെ അതിൻ്റെ അടുത്ത് ഇയർ ഓഫ് പാസിംഗ്, ഏത് വർഷമാണ് പാസ്സായത്, 2021 ആണെങ്കിൽ അത് നൽകാം. ദെൻ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ +2 രജിസ്റ്റർ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. പിന്നെ സ്ട്രീം എന്നതിൽ നിങ്ങൾ സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ അത് സെലക്ട് ചെയ്ത് നൽകണം. പിന്നെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ, ഹയർ സെക്കൻഡറി HSC ആണോ, CBSE ആണോ, VHSE ആണോ അതിലേത് അത് സെലക്ട് ചെയ്ത് നൽകാം. പിന്നെ നമ്പർ ഓഫ് ചാൻസ്, എത്ര അവസരം എടുത്തുകൊണ്ടാണ് നിങ്ങൾ ഈ +2 പാസ്സായത്, 1 ആണെങ്കിൽ 1 എന്ന് നൽകുക. ഇനി താഴെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതിലാദ്യം നെയിം, അത് കൃത്യമായി സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ തെറ്റാതെ നൽകണം. ഹൗസ് നെയിം, വീട്ടുപേര് കൃത്യമായി നൽകുക. നാഷണാലിറ്റി, ഇന്ത്യൻ ആണെങ്കിൽ അത് നൽകുക. ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റരുത്, കൃത്യമായി നൽകണം. സ്ട്രീറ്റ് ഏരിയ ലൊക്കാലിറ്റി, നിങ്ങൾ താമസിക്കുന്ന ഏരിയ ഏതാണ് അത് നൽകുക. സ്റ്റേറ്റ്, കേരളയാണെങ്കിൽ അത് നൽകുക. ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ ഏതാണ് അത് സെലക്ട് ചെയ്ത് നൽകുക. പിൻകോഡ് നൽകണം, ജില്ല നൽകണം, ഇമെയിൽ ID നൽകണം, പാരൻറ്റിൻ്റെ നെയിം നൽകണം, നിങ്ങളുടെ താലൂക്ക് നൽകണം, ആധാർ നമ്പർ നൽകണം, അതേപോലെ പാരൻറ്റ് മൊബൈൽ നമ്പർ നൽകണം, നിങ്ങളുടെ വില്ലേജ് നൽകണം. ഏറ്റവും അവസാനം നിങ്ങൾ കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയുള്ള മൊബൈൽ നമ്പറും തെറ്റാതെ നൽകേണ്ടതാണ്. ഈ ഒരു നമ്പറിലേക്കാണ് OTPയും CAP IDയും പാസ്വേഡും മറ്റും നിങ്ങൾക്ക് ലഭിക്കുക. ഈ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് രജിസ്റ്റർ എന്ന ഐക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു 6 അക്ക OTP വരുന്നതാണ്. അത് കൃത്യമായി ഈ ബോക്സുകളിൽ എൻ്റർ ചെയ്ത് നൽകി സബ്മിറ്റ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് 13 ലെറ്റേഴ്സ് ഉള്ള ഒരു CAP IDയും അതുപോലെ ഒരു പാസ്വേഡും ലഭിക്കുന്നതായിരിക്കും. അത് രണ്ടും ഇവിടെ കൃത്യമായി എൻ്റർ ചെയ്ത് നൽകി ലോഗിൻ ചെയ്യുക. CAP IDയും പാസ്വേഡും നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കൽ നിർബന്ധമാണ്. പിന്നീടുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഇത് വേണ്ടിവരും. അടുത്ത പേജിൽ നമ്മൾ ആദ്യം നൽകിയ ഡീറ്റെയിൽസ് തന്നെ കാണാം. കൂടാതെ അവിടെ നെയിം ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ബോക്സ് കാണാം. അത് നിങ്ങൾ ഫിൽ ചെയ്ത് നൽകണം. നിങ്ങൾ അവസാനമായി പഠിച്ച സ്ഥാപനത്തിൻ്റെ പേരാണ് അവിടെ നൽകേണ്ടത്. ഏറ്റവും താഴെ വലതുവശത്ത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വേറെ നൽകണമെങ്കിൽ അത് നൽകാവുന്നതാണ്. മുൻപ് നൽകിയ അഡ്രസ്സ് തന്നെ മതിയെങ്കിൽ ഈ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി അവിടെ ഫില്ലാവുന്നതാണ്. ശേഷം ഏറ്റവും താഴെയുള്ള സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. ഇനി റിസർവേഷൻ ഡീറ്റെയിൽസ്, റിലീജിയൻ സെലക്ട് ചെയ്ത് നൽകുക. റിസർവേഷൻ കാറ്റഗറി ഉണ്ടെങ്കിൽ അതിലേതാണ് സെലക്ട് ചെയ്ത് നൽകാം. കാസ്റ്റ് ഏതാണ് അത് സെലക്ട് ചെയ്ത് നൽകാം. പിന്നെ ഡു യു ബിലോങ്സ് ടു നോൺ ക്രീമി ലെയർ എന്ന് കാണാം. NCL സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ അവിടെ യെസ് എന്ന് നൽകണം.
ഇനി എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഫോർവേഡ് കമ്മ്യൂണിറ്റി മുന്നോക്ക വിഭാഗക്കാർ അവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എന്നുള്ളത് പ്രോസ്പെക്ടസിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുള്ളവരാണെങ്കിൽ യെസ് എന്ന് നൽകണം. അതുപോലെ ആനുവൽ ഇൻകം EWS വിഭാഗത്തിൻ്റെ ആനുവൽ ഇൻകമാണ് ഇവിടെ ഉദ്ദേശിച്ചത്, അത് എൻ്റർ ചെയ്ത് നൽകുക. ഇനി താഴെയുള്ളത് കമ്മ്യൂണിറ്റി കോട്ടയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏത് ജാതീയ വിഭാഗത്തിൽപ്പെടുന്നു അതേ ജാതീയ വിഭാഗം തന്നെ നടത്തുന്ന കോളേജുകൾ ഉണ്ടെങ്കിൽ, എയ്ഡഡ് കോളേജുകൾ ഉണ്ടെങ്കിൽ അവിടെ 10% 20% റിസർവേഷൻ നിങ്ങൾക്കുണ്ടാകും. അങ്ങനെയുള്ള കോളേജുകൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഓപ്ഷൻ നൽകുന്നുണ്ടെങ്കിൽ ഇവിടെ യെസ് എന്ന് നൽകണം. അതിന് താഴെ ആർ യു ഓർഫൻ, നിങ്ങൾ അനാഥനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ യെസ് എന്ന് നൽകാം, അല്ലെങ്കിൽ നോ എന്നാണ് നൽകേണ്ടത്. ഇനി താഴെ സ്പോർട്സ് കോട്ട. സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ അർഹത നൽകുന്ന സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ യെസ് എന്ന് നൽകേണ്ടതാണ്. എല്ലാം കൃത്യമായി നൽകിയ ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ വെയിറ്റേജ് ഡീറ്റെയിൽസ്, അഡ്മിഷന് വെയിറ്റേജ് ലഭിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യം നൽകിയിട്ടുള്ളത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 40%-ലധികം വൈകല്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ യെസ് എന്ന് നൽകാവുന്നതാണ്. ഇനി ബോണസ് പോയിന്റുകൾ ലഭിക്കുന്ന സെക്ഷനാണ്. അതിലാദ്യം ഹാവ് യു ഗോട്ട് ഫസ്റ്റ് പ്ലേസ് ബാർ എ ഗ്രേഡ് ഇൻ കേരള സ്റ്റേറ്റ് HSC VHSC ആർട്സ് ഫെസ്റ്റിവൽ. ഇതിന് അർഹത നൽകുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ, അതായത് കലോത്സവത്തിൽ ഫസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ എ ഗ്രേഡ് ഉണ്ടെങ്കിൽ ഇവിടെ യെസ് എന്ന് നൽകാം. 10 പോയിന്റ് നിങ്ങൾക്ക് ബോണസായി ലഭിക്കുന്നതാണ്. ഇനി അടുത്ത സെക്ഷൻ എക്സ് സർവീസ്, ഡിപ്പെൻഡന്റ് ഓഫ് എക്സ് സർവീസ്മാൻ ജവാൻ. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസുകൾ പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തത് ആർ യു എ ഹോൾഡർ ഓഫ് NSS സർട്ടിഫിക്കറ്റ്. +2 ലെവലിൽ നിങ്ങൾക്ക് NSS സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ യെസ് എന്ന് നൽകാം. 15 മാർക്കാണ് ബോണസായി. അടുത്തത് NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർ യെസ് എന്ന് നൽകാം. കൂടാതെ അതുമായി ബന്ധപ്പെട്ട് A, B, C എന്നിങ്ങനെ 3 ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുള്ളവരാണെങ്കിൽ ഈ എയോ ബിയോ സിയോ സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. അവർക്ക് 15 മാർക്കിന് പുറമെ 3 മാർക്കും 5 മാർക്കും 10 മാർക്കും എക്സ്ട്രാ ലഭിക്കുന്നതാണ്. അതായത് മാക്സിമം 25 മാർക്ക് വരെ ലഭിക്കുന്നതാണ് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക്. ഇനി അടുത്തത് SPC സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യെസ് എന്ന് നൽകാം. 15 മാർക്ക് ബോണസായി ലഭിക്കും. അതേപോലെ ഡു യു ബിലോങ്സ് ടു തമിഴ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, അങ്ങനെയുള്ളവരാണെങ്കിൽ യെസ് എന്ന് നൽകണം. ദെൻ ഹാവ് യു സ്റ്റഡീഡ് തമിഴ് ആസ് എ സബ്ജക്റ്റ് ഇൻ സ്കൂൾ ലെവൽ. സ്കൂൾ തലത്തിൽ തമിഴ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ടുള്ളത് മാത്രം നൽകണം. കാരണം അഡ്മിഷൻ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ തീർച്ചയായിട്ടും ക്യാൻസൽ ആയി പോകും എന്ന കാര്യങ്ങളും കൃത്യമായി നൽകിയ ശേഷം താഴെ കാണുന്ന സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. ഇനി വിദ്യാർത്ഥിയുടെ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് JPEG ഫോർമാറ്റിലുള്ളതായിരിക്കണം. 60 KB താഴെയുമായിരിക്കണം. അതെങ്ങനെ ചെയ്യുമെന്ന് വളരെ പെട്ടെന്ന് വിശദീകരിക്കാം. ഇമേജ് റീസൈസർ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. കൃത്യമായ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന അപ്ലോഡ് ഐക്കൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഉള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. പിന്നീട് ഇവിടെ JPG എന്നും അതേപോലെ 50 KB എന്നും സെലക്ട് ചെയ്ത് താഴെ കാണുന്ന അപ്ലൈ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ മുകളിൽ കാണുന്ന ചെക്ക് പ്രിവ്യൂ ആൻഡ് ഡൗൺലോഡ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. പിന്നീട് വരുന്ന ഡൗൺലോഡ് എന്ന ഐക്കൺ പ്രസ് ചെയ്താൽ നിങ്ങളുടെ ഫോട്ടോ ഡൗൺലോഡ് ആവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലേക്ക് പോകാം. ഇവിടെ ചൂസ് ഫയൽ എന്ന ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇമേജ് സെലക്ട് ചെയ്ത് നൽകണം. പിന്നീട് ഇമേജിൽ അല്പം മാറ്റങ്ങൾ വരുത്താനും വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ട് സാധിക്കുന്നതാണ്. ഇമേജ് ഏകദേശം ഓക്കെ ആണെങ്കിൽ അപ്ലോഡ് ഇമേജ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ വലതുവശത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇമേജ് കൃത്യമായിട്ടുള്ളത് കാണിക്കുന്നതാണ്. ഇനി ഇമേജ് മാറ്റം വരുത്തണമെങ്കിൽ ചേഞ്ച് ഇമേജ് എന്ന ഈ ഐക്കൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേറെ ഇമേജും അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണെങ്കിൽ സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അടുത്ത പേജിൽ വിദ്യാർത്ഥിയുടെ മാർക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകുക എന്നുള്ളതാണ്. ഇവിടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മാർക്ക് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ആയി വന്നിട്ടുണ്ടാകും. എല്ലാ സബ്ജക്റ്റിൻ്റെയും മാർക്കുകൾ കൃത്യമായി എൻ്റർ ചെയ്ത് നൽകുക. അല്ലെങ്കിൽ ഓട്ടോ ഫില്ലായി വന്നിട്ടുള്ള മാർക്കാണെങ്കിൽ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് ഏറ്റവും താഴെ ഇവിടെ കാണുന്ന ഈ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഐക്കൺ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാം. ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ടോട്ടൽ മാർക്ക് ഇവിടെ കാണിക്കുന്നതാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തത് ഓപ്ഷനുകൾ നൽകാനുള്ള പേജാണ്. 20 ഓപ്ഷനുകൾ വരെ മാക്സിമം നൽകാവുന്നതാണ്. നിങ്ങൾക്ക് അഡ്മിഷന് സാധ്യതയുള്ള കോളേജുകളും കോഴ്സുകളും നോക്കി ഓപ്ഷൻ നൽകുന്നതായിരിക്കും ഉചിതം. ചില ഡിഗ്രി കോഴ്സുകളെല്ലാം സെൽഫ് ഫിനാൻസ് കോഴ്സുകളായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. സെൽഫ് ഫിനാൻസ് കോഴ്സിൽ നിങ്ങൾ ഓരോ സെമസ്റ്ററിനും പ്രത്യേകം എക്സ്ട്രാ ഫീസ് നൽകേണ്ടി വരുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് അർഹതയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി നടത്തുന്ന കോളേജുകളും കോഴ്സുകളും ഇപ്പോൾ തന്നെ സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. നിങ്ങൾ നൽകുന്ന 20 ഓപ്ഷനിൽ അങ്ങനെയുള്ള കോഴ്സുകൾ ഇപ്പോൾ തന്നെ ഉൾപ്പെടുത്തണം.
ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. ഓപ്ഷനുകളെല്ലാം കൃത്യമായി നൽകി സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ഐക്കൺ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാം. അടുത്ത പേജ് പ്രിവ്യൂ ആൻഡ് വെരിഫൈ. ഈ പേജിൽ നിങ്ങൾ ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും പ്രിവ്യൂ കാണാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസുകളും കാണാവുന്നതാണ്. എല്ലാം ശരിയാണോ എന്ന് നിങ്ങൾ കൃത്യമായി ഒന്നുകൂടി ഉറപ്പുവരുത്തണം. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഈ കാണുന്ന പ്രീവിയസ് എന്ന ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് പഴയ പേജുകളിലേക്ക് പോകാവുന്നതാണ്. അവിടെ മാറ്റങ്ങൾ വരുത്തിയ ശേഷം ഈ പേജിലേക്ക് തന്നെ തിരിച്ചെത്താൻ സാധിക്കും. എല്ലാം ഓക്കെ ആണെങ്കിൽ ഈ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് ഫൈനൽ സബ്മിറ്റ് ആൻഡ് പേ എന്ന ഈ ഐക്കൺ പ്രസ് ചെയ്യുക. ഇവിടെ ഓക്കെ എന്ന് നൽകുക. ഓക്കെ എന്ന് നൽകിയാൽ പിന്നീട് മാറ്റങ്ങളൊന്നും വരുത്താൻ സാധിക്കില്ല എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അവസാനത്തെ സ്റ്റേജ് പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. ഞാനിവിടെ എൻ്റെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പേയ്മെൻറ്റ് നടത്താം എന്നുള്ള കാര്യം വിശദീകരിക്കുന്നതാണ്. അടയ്ക്കേണ്ട തുക എത്രയാണോ അതിവിടെ കാണിക്കും. ഞാനിവിടെ രണ്ടാമതായി നൽകിയിട്ടുള്ള SBI പേയ്മെൻറ്റ് ഗേറ്റ്വേ, നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഇതിനുള്ള ഓപ്ഷൻ ഇതാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ATM കാർഡ് ഉപയോഗിച്ച് എങ്ങനെ പേയ്മെൻറ്റ് നടത്താം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും താഴെ നൽകിയിട്ടുള്ള എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്ത പേജിൽ കാർഡ് നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്ത് നൽകണം. അതുപോലെ എക്സ്പയറി ഡേറ്റ്, മന്തും ഇയറും ഏതുവരെ എന്നുള്ളത് നൽകണം. അതേപോലെ CVV നമ്പർ, കാർഡിൻ്റെ പിൻവശത്തായ ഒരു 3 അക്ക നമ്പർ ഉണ്ടാവും, അതാണ് CVV നമ്പർ. അത് എൻ്റർ ചെയ്ത് നൽകണം. പിന്നെ നെയിം ഓഫ് കാർഡ് ഹോൾഡർ, കാർഡ് ഹോൾഡറുടെ നെയിമും എൻ്റർ ചെയ്ത് നൽകി ഏറ്റവും താഴെ കാണുന്ന പേ നൗ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. പിന്നീട് ബാങ്കുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതിനായി മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. പിന്നീട് വരുന്ന അടുത്ത പേജിൽ ആ OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ പേയ്മെൻറ്റ് പ്രൊസീജിയർ പൂർത്തിയാകുന്നതാണ്. യാതൊരു കാരണവശാലും ഈ പേജുകളിൽ നിങ്ങൾ റിഫ്രഷ് ചെയ്യാനോ അതല്ലെങ്കിൽ പിന്നിലുള്ള പേജിലേക്ക് പോകാനോ പാടുള്ളതല്ല. അത് നിങ്ങളുടെ പേയ്മെൻറ്റിനെ ബാധിക്കുന്നതാണ്. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി. ഇനി ഒന്നുകൂടി ലോഗിൻ ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ PDF ഫയൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ PDF ഫയൽ നിങ്ങൾ ഒന്നുകിൽ പ്രിന്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ സേവ് ചെയ്ത് വെച്ചാലും മതിയാകുന്നതാണ്. ലോഗിൻ ചെയ്യാൻ നിങ്ങളുടെ ക്യാപ് ഐഡിയും അതേപോലെ പാസ്വേഡും ഉപയോഗിക്കുക. ലോഗിൻ ചെയ്താൽ നിങ്ങൾ ഇങ്ങനെയൊരു പേജിലെത്തും. ഇവിടെ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് വഴി ആപ്ലിക്കേഷൻ്റെ PDF നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും താഴെ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു PDF ഫയലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതും ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് ഉചിതമായിരിക്കും. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.